ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് വണ്ടർ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോർ എന്നുള്ള ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊരു വലിയ ബാഡ് ന്യൂസ് തന്നെയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ തോറിന് ഓൾമോസ്റ്റ് 4 സോളോ മൂവി നമ്മുടെ MCU ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് തോർ, സെക്കൻഡ് ഡാർക്ക് വേൾഡ്, തേർഡ് റാഗ്നറോക്ക്, ഫോർത്ത് എന്ന് പറയുന്നത് ലവ് ആൻഡ് തണ്ടർ. എനിക്ക് തോന്നുന്നു തോർ ഫാൻസിനെ സംബന്ധിച്ച് ആർക്കും അത്ര ഇഷ്ടപ്പെടാതെ വന്നിട്ടുള്ളൊരു മൂവി തന്നെയാണ് നമ്മുടെ തോർ ലവ് ആൻഡ് തണ്ടർ എന്ന് പറയുന്നത്. പക്ഷേ അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് മൂവി എന്ന് പറയുന്നത് റാഗ്നറോക്ക് തന്നെയായിരുന്നു. അപ്പം ഇനി നമ്മുടെ തോറിൻ്റെ നെക്സ്റ്റ് അപ്പിയറൻസ് വരാൻ പോകുന്നത് തോർ 5th പാർട്ട് മൂവിക്കകത്ത് തന്നെയാണെന്ന് കൺഫേം ഒക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പടം നമുക്ക് 2026-ലോ 27-ലോ ഒക്കെ വെച്ച് പ്രതീക്ഷിച്ചാൽ മതി. ഇപ്പോൾ ഉടനെ ഒന്നും എന്തായാലും കാണത്തില്ല. അപ്പം ആ തോർ 5 കൺഫേം ആയ സ്ഥിതിക്ക് തീർച്ചയായിട്ടും അതിൻ്റെ അടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോജക്റ്റിൽ തോറിൻ്റെ ഒരു അപ്പിയറൻസ് വരാൻ നല്ല സാധ്യതയുണ്ട്. അതിനകത്ത് ഒന്നാണ് നമ്മുടെ അവഞ്ചേഴ്സ് കാങ് ഡൈനസ്റ്റി എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലി അവഞ്ചേഴ്സ് കാങ് ഡൈനസ്റ്റിക്കകത്ത് തോറിൻ്റെ അപ്പിയറൻസിന് നല്ല സാധ്യത കുറവ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ന്യൂസിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോർ 5th പാർട്ട് മൂവിക്ക് ശേഷം തോറിൻ്റെ അവസാനത്തെ അപ്പിയറൻസ് വരാൻ പോകുന്ന MCU പ്രോജക്റ്റ് ഏതാണെന്ന് ഇപ്പോൾ റിവീൽ ആയിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ് എന്നുള്ള മൂവിക്കകത്തായിരിക്കും നമ്മുടെ തോർ എന്നുള്ള ക്യാരക്ടറിൻ്റെ ലാസ്റ്റ് അപ്പിയറൻസ് നമ്മുടെ MCUയിൽ വരാൻ പോകുന്നത്. അപ്പം അതിനുശേഷം നമ്മുടെ തോർ അതായത് നമ്മുടെ ക്രിസ് ഹെംസ്വർത്ത് തോർ എന്നുള്ള ക്യാരക്ടറിനെ ലീവ് ചെയ്യാൻ പോവുകയാണെന്നാണ് നമുക്ക് ഈ ഒരു ന്യൂസിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഇനിയിപ്പം സീക്രട്ട് വാർസിന് ശേഷം MCU റീബൂട്ട് ആവാൻ പോവുകയാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് പുതിയ ഏതെങ്കിലും റീകാസ്റ്റോ കാര്യങ്ങളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്തായാലും മാർവലിൻ്റെ റീബൂട്ട് എന്ന് പറയുമ്പം നമ്മുടെ DC ചെയ്യുന്ന പോലത്തെ റീബൂട്ട് ആവാൻ നല്ല സാധ്യത കുറവാണ്. അതായത് ഈ പഴയതിനെയൊന്നും എടുത്ത് അങ്ങനെ വേസ്റ്റ് ആക്കാതെ അതിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു റീബൂട്ടും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. ഏറ്റവും വലിയ എക്സാമ്പിൾ നമുക്കറിയാം നമ്മുടെ നോ വേ ഹോം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്പൈഡർമാൻ എന്നുള്ള ക്യാരക്ടറിൽ ഒരു നൈസ് റീബൂട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു പടമാണ് നമ്മുടെ നോ വേ ഹോം എന്ന് പറയുന്നത്. അതായത് ഹോം കമ്മിങ്ങും അതേപോലെ തന്നെ ഫാർ ഫ്രം ഹോം, നോ വേ ഹോം, ഈ ഒരു മൂവിക്കകത്തുള്ള നമ്മുടെ സ്പൈഡർമാൻ്റെ ലൈഫിൽ നിന്ന് വേറൊരു ചേഞ്ച് നമ്മുടെ ഇനി പുതിയതായിട്ട് വരാൻ പോകുന്ന ടോം ഹോളണ്ടിൻ്റെ ലൈഫിനകത്ത് കാണിച്ച് തന്നിട്ടുണ്ട്. അതായത് ടോം ഹോളണ്ട് സ്പൈഡർമാൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ആ ഒരു ക്യാരക്ടർ ഇപ്പം നമ്മളെ ഏകദേശം ടോബി മേക്കറിൻ്റെ സ്പൈഡർമാൻ എങ്ങനെയാണോ ആ ഒരു മൂവിക്കകത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്, അതായത് ആ ഒരു അപ്പാർട്ട്മെൻറ്റിലൊക്കെ താമസിക്കുന്ന രീതിയിലുള്ള ഒരു സ്പൈഡർമാൻ്റെ ലൈഫിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് സ്പൈഡർമാൻ്റെ ഇനി വരാൻ പോകുന്ന മൂവീസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു പഴയത് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ കാണുന്നതാണ് ഇച്ചിരി കൂടെ ബെറ്റർ എന്നുള്ള രീതിയിലാണ് നമ്മുടെ മാർവൽ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം അതേപോലത്തെ ഒരു റീബൂട്ടാണ് നമ്മുടെ സീക്രട്ട് വാർസ് എന്നുള്ള മൂവിക്ക് ശേഷം MCUയിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുശേഷം പുതിയ തോർ വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ലെങ്കിലും ഇപ്പോൾ കറണ്ട് ന്യൂസ് അനുസരിച്ചിട്ട് നമ്മുടെ ക്രിസ് ഹെംസ്വർത്തിൻ്റെ തോർ നമ്മുടെ ലാസ്റ്റ് സീക്രട്ട് വാർസ് മൂവിക്കകത്തായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ തോറിൻ്റെ കാര്യം മാത്രമായിരിക്കത്തില്ല, ഇനി നമ്മുടെ പല MCU അതായത് നമ്മുടെ ഇതുവരെ കണ്ടുവന്നിട്ടുള്ള പല MCU ക്യാരക്ടേഴ്സിൻ്റെയും ഒരു ആർക്ക് തീരാൻ പോകുന്ന ഒരു മൂവിയും കൂടെ തന്നെയാണ് നമ്മുടെ ഈ ഒരു സീക്രട്ട് വാർസ് എന്ന് പറയുന്ന ഈ ഒരു മൂവി. പക്ഷേ നമ്മുടെ തോറിൻ്റെ കാര്യത്തിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ മെയിൻ 6 അവഞ്ചേഴ്സിൽ അവശേഷിക്കുന്ന കുറച്ച് കയ്യിലെണ്ണാവുന്ന ക്യാരക്ടേഴ്സിനകത്ത് ഒന്നാണ് നമ്മുടെ തോർ എന്ന് പറയുന്നത്. അപ്പം രണ്ടാമത്തെ നമുക്കറിയാം നമ്മുടെ ഹൾക്ക്, പിന്നീട് നമ്മുടെ ഹോക്കായി മാത്രമേ ഇപ്പം അവശേഷിക്കുന്നുള്ളൂ. ക്യാപ്റ്റൻ അമേരിക്കയുടെ കാര്യത്തിൽ വലിയ അറിവൊന്നുമില്ല, ആൾ ജീവനോടുണ്ടോ അതോ തട്ടിപ്പോയിട്ടുണ്ടോ എന്ന് പോലുള്ള അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഇല്ല. പക്ഷേ അത് നമ്മുടെ ബ്രേവ് ന്യൂ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് എന്നുള്ള ഒരു പടത്തിനകത്ത് എന്തെങ്കിലും ഒരു ടീസ് തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടുത്തെ ഒരു വലിയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ് എന്നുള്ളൊരു മൂവി എപ്പോൾ വരുമെന്നാണ്. പക്ഷേ നമ്മുടെ MCUവിൻ്റെ അവർ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു ഡേറ്റ് അനുസരിച്ചിട്ട് 2028 വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ മാർവലിൻ്റെ സിറ്റുവേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ 2028 സീക്രട്ട് വാർസ് നടക്കത്തില്ലെന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ഇപ്പോൾ 2024 പല മൂവീസും ഡിലേ ചെയ്ത് 2025 ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോക്ടർ ഷേഞ്ച്, ഷാങ് ചി, അതേപോലെ തന്നെ മറ്റ് പല ക്യാരക്ടേഴ്സ് എറ്റേണൽസ് പോലത്തുള്ള പല മൂവിയും ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അതൊന്നും ഇതുവരെയും കറൻറ്റ്ലി അനൗൺസ് പോലും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ വന്നതിന് ശേഷമേ സീക്രട്ട് വാർസ് വരത്തോളം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഇറങ്ങിയതിന് ശേഷം സീക്രട്ട് വാർസ് ഏത് കാലത്ത്, അതായത് 2031 32 തൊടാനുള്ളൊരു സാധ്യതയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ ആരൊക്കെ നമ്മുടെ തോറിനെ മിസ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് ജസ്റ്റ് അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ പറഞ്ഞ് വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തിട്ട് താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൾ എനേബിൾ ചെയ്തിട്ടുന്ന ഞാനപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.